ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. പ്രൈസ് ആക്ഷൻ സീരീസിൻ്റെ എപ്പിസോഡ് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഒരു വീഡിയോയിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ, എങ്ങനെ നമുക്ക് മാർക്കറ്റിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ ഐഡൻറ്റിഫൈ ചെയ്യാം, കാൻഡിൽസ്റ്റിക് ചാർട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഏതൊക്കെ ടൈപ്പ് ഓഫ് മാർക്കറ്റിലാണ് ഇത് യൂസ് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു 300 ലൈക്ക് ഞാൻ ടാർഗറ്റ് പറഞ്ഞിരുന്നു, അതെല്ലാവരും എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിനിമം ഒരു 500 ലൈക്ക് എങ്കിലും തരിക. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ അടുത്ത എപ്പിസോഡ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ. അപ്പോൾ ഞാൻ ആദ്യം ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ ഇവിടെ എടുക്കുകയാണ്. അപ്പം കുറച്ചുകൂടി കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് പ്രൈസ് മൂവ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ മാർക്കറ്റിലോട്ട് പോയി. മാർക്കറ്റിൽ ഒരു കിലോ ആപ്പിൾ മേടിക്കാൻ വേണ്ടി ഞാൻ പോയി. മാർക്കറ്റിൽ ചെന്ന സമയത്ത് അവിടെ എല്ലാ കടകളിലും ആപ്പിൾ തീർന്നിരിക്കുവാണ്. അപ്പോൾ ഒന്നുകൂടി അന്വേഷിച്ച സമയത്ത് ഒരു കടയിൽ മാത്രം 1 കിലോ ആപ്പിൾ അവിടെ ഉണ്ട്. പക്ഷേ അവിടെ ആകെയുള്ളത് ഒരു ബാസ്ക്കറ്റ് ആപ്പിളാണ്, അതിനകത്ത് 1 കിലോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കടയിൽ ചെന്ന സമയത്ത് ആപ്പിളിൻ്റെ വില 200 രൂപയാണ് 1 കിലോനുള്ളത്. 1 കിലോന് 200 രൂപ ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ. അപ്പം ഞാൻ അവിടെ ചെന്ന സമയത്താണ് കാര്യങ്ങൾ അറിഞ്ഞത്. അവിടെ ഞാൻ മാത്രമല്ല വന്നിരിക്കുന്നത് ആപ്പിൾ മേടിക്കാൻ വേണ്ടി. ഏകദേശം ഒരു 5-6 പേര് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 4 പേര് അവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ എനിക്ക് ആപ്പിൾ വളരെ അത്യാവശ്യമായതുകൊണ്ടും ഞാൻ എന്ത് ചെയ്തു, ഞാൻ കടക്കാരനോട് പറഞ്ഞു, ഞാൻ ഇപ്പം മാർക്കറ്റിൻ്റെ 200 രൂപയാണല്ലോ, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ 300 രൂപ ഞാൻ തരാം, എനിക്ക് ആപ്പിൾ തരിക എന്ന് ഞാൻ കടക്കാരനോട് പറഞ്ഞു. 300 രൂപ ഞാൻ തരാം 1 കിലോനെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ വേറൊരാൾ, അവിടെ ആപ്പിൾ മേടിക്കാൻ വന്ന വേറൊരാൾ പറഞ്ഞു, കടക്കാരനോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാൻ ചേട്ടാ, ഞാൻ 400 രൂപ തരാം, എനിക്ക് ആ ഒരു ആപ്പിൾ തരിക. അത് കേട്ട ഉടനെ തന്നെ മൂന്നാമത്തെ ഒരാൾ പറഞ്ഞു, ഞാൻ 450 രൂപ തരാം, എനിക്ക് 1 കിലോ ആപ്പിൾ തരിക. അപ്പോൾ മൂന്നാമത്തെ ആൾ പറഞ്ഞ സമയത്ത് 450 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്ത് 200 രൂപയുണ്ടായ ആപ്പിളിൻ്റെ വില എവിടെ ചെന്നു? 450 രൂപയായി. 200 രൂപയുണ്ടായ മാർക്കറ്റിൽ 1 കിലോ ആപ്പിളിന് പെട്ടെന്ന് തന്നെ 3 ആൾക്കാർ അവർ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ 450 രൂപയായി. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ചേട്ടാ എനിക്ക് തന്നെ ആവശ്യമാണ്, ഞാൻ 1 കിലോന് 500 രൂപ തരാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ 450 രൂപയുണ്ടായ പ്രൈസ് 1 കിലോനുണ്ടായത് 500 രൂപയിലോട്ട് മാറി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ 200 രൂപ ഉണ്ടായിരുന്ന ആ ഒരു ആപ്പിളിൻ്റെ വില പെട്ടെന്ന് തന്നെ 500 വന്നത്? കാരണം അവിടെ മേടിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഹയർ പ്രൈസിൽ വലിയ വില കൊടുത്ത് മേടിക്കാൻ ആൾക്കാർ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രൈസ് പെട്ടെന്ന് തന്നെ 200-ൽ നിന്ന് 500-ലോട്ട് പോയത്. കാരണം അവിടെ ആപ്പിൾ വളരെ കുറവാണ്, അവിടെ സപ്ലൈ വളരെ കുറവാണ്. ആപ്പിളിൻ്റെ സപ്ലൈ വളരെ കുറവാണ്. ആകെ അവൈലബിൾ ഉള്ളത് 1 കിലോ മാത്രമാണ്. അത് എല്ലാവർക്കും അറിയാം, ആപ്പിൾ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഡിമാൻഡ് കൂടി വന്നു. ആപ്പിൾ മേടിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്. സോ അതുകൊണ്ട് തന്നെ പ്രൈസ് മുകളിലോട്ട് പോയി. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുക, എങ്ങനെയാണ് പ്രൈസ് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ചെയ്യുന്നത്. ഏത് നോർമൽ മാർക്കറ്റിലാണെങ്കിലും ശരി, സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും ശരി, ഇങ്ങനെയാണ് പ്രൈസ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യത്തിലും സെയിം തന്നെയാണ്. പ്രൈസ് ഒരു ലെവലിൽ എത്തുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഒരു സപ്പോർട്ട് ലെവലിൽ എത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ ഇവിടുന്ന് ബൈ ചെയ്തു. അപ്പോൾ വേറൊരാൾ പറയുന്നത്, ഓക്കെ മാർക്കറ്റിൽ ഇതൊരു ഡിമാൻഡ് ഏരിയ ആണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും മുകളിൽ നിന്ന് ബൈ ചെയ്യാം. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഹയർ പ്രൈസിലോട്ട് ബൈ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ എന്ത് ചെയ്യും, പ്രൈസ് മുകളിലോട്ട് പോകും. സോ മാർക്കറ്റിൽ ഹയർ പ്രൈസിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ബൈ ചെയ്യാനുള്ള കാരണം അതൊരു ഡിമാൻഡ് ഏരിയ ആണ് എന്ന് ആൾക്കാർ മനസ്സിലാക്കിയത് കൊണ്ട് എന്ത് ചെയ്തു, ഹയർ പ്രൈസിൽ അവർ ബൈ ചെയ്തു. ഓക്കെ. അപ്പോൾ ഡിമാൻഡ് വരുന്ന സമയത്ത് മാർക്കറ്റിൽ എന്ത് ചെയ്യും, പ്രൈസ് മുകളിലോട്ട് പോരും. ഡിമാൻഡ് വരുന്ന സമയത്ത് മാർക്കറ്റിൽ പ്രൈസ് മുകളിലോട്ട് വരും. അതിൻ്റെ നേരെ മാറി ഓപ്പോസിറ്റ് സപ്ലൈ വരുന്ന ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തിയ സമയത്ത് മാർക്കറ്റിൽ എന്ത് ചെയ്യും, പ്രൈസ് വളരെ കൂടുതലോട്ട് പോകുന്ന സമയത്ത് ആൾക്കാർ വിചാരിക്കുന്നു, ഓക്കെ ഇവിടുന്ന് ഇതൊരു ഹയർ പ്രൈസാണ്, ഇതാണ് ബെസ്റ്റ് ലെവൽ എനിക്ക് സെല്ല് ചെയ്യാൻ. അപ്പം ബയ്യേഴ്സിനെക്കാളും ഒരു ലെവലിൽ എത്തിയ സമയത്ത് ബയ്യേഴ്സിനെക്കാളും കൂടുതൽ സെല്ലേഴ്സ് വരുന്ന സമയത്ത് പ്രൈസ് എന്ത് ചെയ്യും, താഴോട്ട് വരും. ഓക്കെ. ഇതാണ് സിമ്പിൾ ലോജിക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണിൻ്റെ. അപ്പോൾ ഡിമാൻഡ് എന്ന് കേൾക്കുവാണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കുക, അവിടെ ഒരുപാട് പേര് ബൈ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഡിമാൻഡ് എന്ന് ഓർക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ എന്ന് നമ്മൾ മനസ്സിൽ വരുവാണെങ്കിൽ, ആരെങ്കിലും പറയുവാണെങ്കിൽ ഓർത്തിരിക്കുക, അതൊരു ബയ്യേഴ്സിൻ്റെ ഒരു ഏരിയ ആണ്. അതായത് സെല്ലേഴ്സിനെക്കാട്ടും കൂടുതലുള്ളത് ബയ്യേഴ്സാണ്. അതായത് 1 കിലോ ആപ്പിൾ സെല്ല് ചെയ്യാനാരും ആപ്പിൾ മാത്രമേ ഉള്ളൂ, പക്ഷേ ബയ്യേഴ്സിന് ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈസ് മുകളിലോട്ട് വരും.
അതിൻ്റെ ഒരു ലെവലിലെത്തിയ സമയത്ത് സപ്ലൈ സോൺ, അതായത് സപ്ലൈ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ലാസ്റ്റ് മന്തിലൊക്കെ നമുക്ക് തക്കാളിയുടെയൊക്കെ പ്രൈസ് അറിയാം അല്ലേ, 200 രൂപ കിലോ പോയി. 200 കിലോ എത്തുന്ന സമയത്ത് ഒരുപാട് സപ്ലൈ വന്നു, അത് തിരിച്ച് ഒരു 30 രൂപ കിലോയിലോട്ട് മാറി അല്ലേ. അപ്പോൾ അത് സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ബയേഴ്സിനെക്കാട്ടും കൂടുതൽ സെല്ലേഴ്സ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, പ്രൈസ് അവിടെ കുറയും. ഓക്കെ, സോ അതാണ് സപ്ലൈ സോൺ. സപ്ലൈ സോൺ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഓർത്തിരിക്കുക, അവിടെ സെല്ലർ ഉണ്ട് ആൻഡ് ഡിമാൻഡ് സോണിൽ എപ്പോഴും ബയർ ഉണ്ട്. റൈറ്റ്. ഇനി നമുക്ക് ഇതെങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യാം? ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് യൂസ് ചെയ്തിട്ട് ഈ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഫിഗർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്, സപ്ലൈ സോൺ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടൈം ഫ്രെയിമിൻ്റെ കാര്യമൊന്നും ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് ഞാൻ വഴിയെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ചാർട്ട് എടുത്തിട്ടുണ്ട്, അതിൽ ഞാനിവിടെ ഡിമാൻഡ് സോൺ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, സപ്ലൈ സോൺ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിമാൻഡ് സോൺ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ. ഒരു സോണിൽ വന്ന സമയത്ത് അവിടുന്ന് ബയേഴ്സ് വിചാരിക്കുന്നത് ഒരു ഡിസ്കൗണ്ട് പ്രൈസാണ്, അല്ലെങ്കിൽ ബയേഴ്സ് ഹയർ ലെവൽ ബൈ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പ്രൈസ് അവിടുന്ന് മുകളിലോട്ട് ഷൂട്ടപ്പ് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. സോ ഈ ഒരു ഏരിയയിൽ ഹ്യൂജ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡിമാൻഡ് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ബയേഴ്സ്. അപ്പോൾ ബയേഴ്സ് വിചാരിക്കുന്ന മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സ്റ്റോക്ക് അത്യാവശ്യമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ബൈ ചെയ്യാം എന്ന രീതിയിൽ വിചാരിക്കുന്ന സമയത്ത് പ്രൈസ് മുകളിലോട്ട് പോകും. ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തിയ സമയത്ത് ബയേഴ്സ് വിചാരിക്കുന്നത് ഇതിന് മുകളിലോട്ട് പോകാൻ സാധ്യത കുറവാണ്, അല്ലെങ്കിൽ സെല്ലേഴ്സ് വിചാരിക്കുന്നത് ഇവിടുന്ന് സെല്ല് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് സെല്ലേഴ്സ് വിചാരിക്കുന്ന സമയത്ത് ബയേഴ്സിനെക്കാട്ടിയും കൂടുതൽ നമ്പർ ഓഫ് സെല്ലേഴ്സ് വരും. അങ്ങനെ സെല്ലേഴ്സ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? പ്രൈസ് താഴോട്ട് മൂവ്മെൻറ്റ് ചെയ്യും. പ്രൈസ് താഴോട്ട് മൂവ്മെൻറ്റ് ചെയ്യും. അതായത് പ്രൈസ് എവിടം വരെ പോകും? എവിടെയാണോ ബയേഴ്സിന് ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഒരു ലെവൽ വരെ പ്രൈസ് മൂവ്മെൻറ്റ് ചെയ്യും. ഇതാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ ഞാനിവിടെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഈ ഒരു സോണ് മാർക്ക് ചെയ്യുക? നമുക്കിപ്പോൾ എങ്ങനെ അറിയാൻ പറ്റും ഇത് സപ്ലൈ സോണാണോ ഡിമാൻഡ് സോണാണോ, എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? ഓക്കെ, അത് നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് എങ്ങനെയാണ് ഈ ഒരു സോണ് മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഈ ഒരു സോണ് മാർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ കോമ്പണൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ്, കോമ്പണൻസ് ഓഫ് എ സോൺ. അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഈ ഒരു സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പിന്നീട് ചാർട്ടിലോട്ട് പോകാം, അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു സോണിൽ നമുക്ക് 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ലെഗ് ഇൻ, പിന്നൊന്ന് ബേസ്, പിന്നൊന്ന് ലെഗ് ഔട്ട്. ഓക്കെ, ലെഗ് ഇൻ, ബേസ്, ലെഗ് ഔട്ട്. അപ്പോൾ ഞാനിവിടെ കാണുന്ന പോലെ ലെഗ് ഇൻ, അതായത് ഈ ഒരു ലെഗ് ഇൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ബയേഴ്സ്. ഓക്കെ, അതായത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബയേഴ്സ്. അത് ലെഗ് ഇൻ ക്രിയേറ്റ് ചെയ്യുന്നത് ബയേഴ്സാണ്. ദെൻ ബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് മീൻസ് ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തിയ സമയത്ത് ബയേഴ്സിനൊരു കൺഫ്യൂഷൻ വന്നു, ഇനി ഇതിന് പ്രൈസ് മുകളിലോട്ട് പോകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു. സെല്ലേഴ്സിനൊരു കോൺഫിഡൻറ്റ് വന്നു, മേ ബി ഇതിന് താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു ബേസ് ക്യാൻഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈറ്റ് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സാണ്. ഫൈറ്റ് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് വരുവാണെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ എടുക്കും ഈ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്. അപ്പോൾ നമ്മൾ റെഡ് ക്യാൻഡിലാണെങ്കിൽ സെല്ലേഴ്സ് വിൻ ചെയ്തു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പണൻസ് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും ഇതൊരു സപ്ലൈ ഏരിയ ആയിട്ട് എടുക്കാം എന്ന രീതിയിൽ. കാരണം ആദ്യം ബയേഴ്സ് വന്നു, ദെൻ ഒരു ഫൈറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു, ദെൻ സെല്ലേഴ്സ് അവിടെ വിൻ ചെയ്തു. ദാറ്റ് മീൻസ് സെല്ലേഴ്സ് എവിടെയാണ് കൂടുതലുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതൊരു സപ്ലൈ സോണായിട്ട് നമ്മൾ എടുക്കും. ഒരു സപ്ലൈ സോണായിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കോമ്പണൻറ്റ്. അതായത് ഒരു ലെവലിൽ നമ്മൾ ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കോമ്പണൻസ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. ആദ്യം ഒരു ലെഗിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളരെ വലിയൊരു ക്യാൻഡിലായിരിക്കണം, വളരെ വലിയൊരു ക്യാൻഡിലായിരിക്കണം. ദെൻ ഒരു ബേസ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കണം. ബേസ് ക്യാൻഡിൽ മീൻസ് ഒരു ഡോജി, അതായത് ബോഡി വളരെ ചെറുതും വിക്കുള്ള ഒരു ക്യാൻഡിൽ അവിടെ ഫോം ചെയ്തിരിക്കണം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫൈറ്റാണ്. ദെൻ ആ ഒരു ഫൈറ്റിൻ്റെ റിസൾട്ട് നെക്സ്റ്റ് വീണ്ടും ഒരു ലെഗ് ഔട്ട് ക്യാൻഡിൽ. അപ്പോൾ ആ ഒരു ലെഗ് ഔട്ട് ക്യാൻഡിലും ഒരു വളരെ വലിയ ക്യാൻഡിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതൊരു സപ്ലൈ ഏരിയ ആണ്, ഇവിടുന്ന് സപ്ലൈ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 3 കോമ്പണൻസും ജസ്റ്റ് ഓർത്തിരിക്കാം. കുറച്ച് ചിലപ്പം ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും, നമുക്ക് വരുന്ന ആ ഒരു സ്ലൈഡിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം ചാർട്ടിൽ നോക്കുന്ന സമയത്ത്. ലെഗ് ഇൻ, ബേസ്, ലെഗ് ഔട്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ആ ഒരു സോൺ മാർക്ക് ചെയ്യുന്നുള്ളത്? ഓക്കെ, അപ്പോൾ ഒരു ഡിമാൻഡ് സോണാണ്. ആദ്യം ഒരു ലെഗ് ഇൻ താഴോട്ട് വന്നു, പിന്നെ ഒരു ഡോജി ക്യാൻഡിൽ ഒരു ബേസ് ക്യാൻഡിൽ ഫോം ചെയ്തു, ദെൻ ഒരു ലെഗ് ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി
ആദ്യം സെല്ലേഴ്സാണ് വന്നത് ഈ ഒരു റെഡ് ക്യാൻഡിൽ, പിന്നെ ഒരു ഫൈറ്റ് നടന്നു. ഫൈറ്റ് നടന്നതിന് ശേഷം ബയേഴ്സ് വിൻ ചെയ്തു. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഡിമാൻഡ് സോൺ മാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ബേസ് ക്യാൻഡിലിൻ്റെ ഈ വിക്ക് ഹൈ പോയിൻറ്റും ലോ പോയിൻറ്റും മാർക്ക് ചെയ്യുക. ഹൈ പോയിൻറ്റിന് നമ്മൾ പ്രോക്സിമൽ ലൈൻ എന്ന് നമ്മൾക്ക് വിളിക്കാം. പേരിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, സോ പേരൊന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് നമ്മൾ എവിടെയാണോ ഒരു ഫൈറ്റ് നടന്നിരുന്നത് ആ ഒരു ബേസ് ക്യാൻഡിലിൻ്റെ ഹൈ പോയിൻറ്റും ലോ പോയിൻറ്റും നമ്മൾ മാർക്ക് ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഒരു ഏരിയ ഞാനിവിടെ 2 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയനെയാണ് നമ്മൾ ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത്. സോ നേരെ ഓപ്പോസിറ്റ് നമ്മൾ സപ്ലൈ സോണിൻ്റെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബേസ് ക്യാൻഡിൽ വന്നു, ദെൻ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയനെ നമ്മൾ സപ്ലൈ സോൺ എന്ന് നമ്മൾ വിളിക്കുന്നു. നേരെ തിരിച്ച് ഓപ്പോസിറ്റ് വരുന്നതിന് ഡിമാൻഡ് സോൺ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സോണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ ചാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ആൻഡ് നമുക്കിപ്പോൾ ഒരു ചാർട്ട് ഇവിടെ എടുക്കുവാണെങ്കിൽ, ഓക്കെ, ഞാനിവിടെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഓക്കെ, ജൂണിലെ ചാർട്ടാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ടൈം ഫ്രെയിം 5 മിനിറ്റ് ആണ്. നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ഏത് ടൈം ഫ്രെയിമിൽ നമുക്ക് വർക്ക് ചെയ്യും. അപ്പോൾ ഇൻട്രാഡേയിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം 3 മിനിറ്റ് 5 മിനിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചാർട്ട് എടുത്തിട്ടുണ്ട്. ചാർട്ട് എടുത്ത സമയത്ത് ഇവിടെ നിന്ന് ഒരു റെഡ് ക്യാൻഡിൽ വന്നു. സോ റെഡ് ക്യാൻഡിൽ വരാനുള്ള കാര്യം നമുക്കറിയാം, സെല്ലേഴ്സാണ് അവിടെ വരുന്നത്. ദെൻ അഗെയിൻ സെല്ല് ചെയ്തു. ദെൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു പോയി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നാണ് മാർക്കറ്റിൽ റിവേഴ്സിൽ വന്നത്. സോ റിവേഴ്സിൽ വന്നത് നമുക്കറിയാം, മേ ബി ഇവിടുന്ന് ബയേഴ്സ് സെല്ലേഴ്സിനെക്കാട്ടിയും കൂടുതൽ വന്ന സമയത്തായിരിക്കും പ്രൈസ് അവിടുന്ന് റിവേഴ്സിൽ ചെന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് റിവേഴ്സിൽ വന്ന സമയത്ത് നമുക്ക് ഏകദേശം ഐഡൻറ്റി ഇത് ഒരു ഡിമാൻഡ് സോൺ ആയിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ കോമ്പണൻസ് നമ്മൾ ഓർത്ത് വയ്ക്കി. ആദ്യം ഒരു റെഡ് ക്യാൻഡിൽ, ഒരു ബിഗ് റെഡ് ക്യാൻഡിൽ, എന്തായിരുന്നു, ഒരു ലെഗിൻ ക്യാൻഡിൽ ഇവിടെ കാണുന്ന ഒരു ലെഗിൻ ക്യാൻഡിൽ, പിന്നെ ഒരു ഡോജി, ഒരു ബേസ് ക്യാൻഡിൽ, ഒരു ചെറിയ ബോഡിയും വിക്കായിട്ടൊരു ബേസ് ക്യാൻഡിൽ. ദെൻ അഗെയിൻ ഈ ഒരു വിക്ക് ക്യാൻഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈറ്റ് ബിറ്റ്വീൻ സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് ആണ്. ദെൻ നെക്സ്റ്റ് ക്യാൻഡിൽ ആരാണ് വിൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി, ബയേഴ്സാണ് വിൻ ചെയ്തത്. ദെൻ പ്രൈസ് അവിടുന്ന് റിവേഴ്സൽ ചെയ്തു പോയി. അപ്പോൾ റിവേഴ്സൽ ചെയ്ത് പോയതിന് ശേഷമാണ് നമുക്കിത് മനസ്സിലാകുന്നത് ഇതൊരു ഡിമാൻഡ് സോൺ ആണ്, അല്ലേ? അല്ലാതെ നമുക്കിത് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിന് മുൻപ് ഇതെന്താണ് ഒരു വിന്നിങ് പൊസിഷൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് റിവേഴ്സൽ ചെയ്ത് പോയതിന് ശേഷം നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഒരു ലെഗ് ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലായി ഇതൊരു ഡിമാൻഡ് സോൺ ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സോൺ ഒന്ന് മാർക്ക് ചെയ്യുക. സോൺ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഒരു ലൈൻ ഇവിടെ എടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഡോജിയുടെ ലൈൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ദെൻ താഴത്തെ ലെവൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. താഴത്തെ പോയിൻറ്റും ഹൈ പോയിൻറ്റും ലോ പോയിൻറ്റും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എന്തെങ്കിലും പ്രോക്സിമൽ ലൈനെന്നും ഡിസ്റ്റൽ ലൈനെന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പം പേരിലൊന്നും കാര്യമില്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ലൈൻസ് ഞാൻ അവിടെ മാർക്ക് ചെയ്തു. സോ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് എക്സാക്ട്ലി ആ ഒരു ലെവലിൽ തന്നെ ഒരു ഹ്യൂജ് അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും നിഫ്റ്റിയിൽ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ തന്നെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത്? കാരണം മാർക്കറ്റിൽ പുറമേ നിന്ന് വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഇതേ സെയിം ലൊക്കേഷനിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സൽ ചെയ്ത് പോയതെന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ളൊരു റിവേഴ്സൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലൊക്കെ ഫോം ചെയ്യിപ്പിക്കുന്നത് എന്തായാലും റീറ്റെയിൽ ട്രേഡേഴ്സിനെ കൊണ്ട് എന്തായാലും പറ്റില്ല. അത് ഫോം ചെയ്യിപ്പിക്കുന്നത് ചിലപ്പോൾ ബിഗ് പ്ലെയേഴ്സ് ആയിരിക്കാം, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മാർക്കറ്റിൽ പുറമേ നിന്നുള്ള ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന നോക്കി ഇതൊരു ഡിമാൻഡ് ഏരിയ ആണ്. കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് ബൈ ഓർഡർ അവിടെ എടുക്കും. സോ അത് എക്സാക്റ്റ് അതേ പോയിന്റിൽ തന്നെ നമുക്കൊരു ഹ്യൂജ് ബൗൺസ് ബാക്ക് വരാം. അഗെയിൻ വീണ്ടും ഒരു തവണ വന്നു, ദെൻ അഗെയിൻ വന്നു. ഇവിടെ നിന്നൊക്കെ എപ്പോഴൊക്കെ വരുന്നുണ്ടോ അവിടെ നിന്നൊക്കെ ബയേഴ്സ് വന്നു, വീണ്ടും മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയി. റൈറ്റ്, മാർക്കറ്റിന് മുകളിലോട്ട് കൊണ്ടുപോയി നമുക്ക് കാണാം. സോ ഇതാണ് ഡിമാൻഡ് സോണിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കുവാണെങ്കിൽ, ഓക്കെ, സോ ഞാനിവിടെ നിഫ്റ്റിയുടെ ചാർട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നിഫ്റ്റിയുടെ ചാർട്ടിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഹ്യൂജ് ഫാള് വന്ന് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ല? കണ്ടിന്യൂസ്ലി ഒരു ഹ്യൂജ് ഫാള് വന്നിട്ടുണ്ട്. ഫാള് വരാനുള്ള കാര്യം നമുക്കറിയാം, ഇവിടെ സെല്ലേഴ്സാണ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഡിമാൻഡ് സോൺ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ നിന്നാണോ റിവേഴ്സൽ വന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാനൊരു ഡോജി ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. സോ ആ ഒരു ഡോജി ക്യാൻഡിൽ എടുത്തിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി അത് മാർക്ക് ചെയ്ത് പോയി. ഡോജി ക്യാൻഡിൽ മീൻസ് ആ ബേസ് ക്യാൻഡിൽ, ബേസ് ക്യാൻഡിലിൻ്റെ ഹൈ പോയിൻറ്റും ലോ പോയിൻറ്റും ഞാൻ മാർക്ക് ചെയ്തു.
നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് നമുക്കിവിടെ മനസ്സിലായി എക്സാക്ട്ലി എവിടെ നിന്നാണ് പ്രൈസ് റിവേഴ്സിൽ വന്നത്. എക്സാക്ട്ലി ആ ഒരു ഡിമാൻഡ് ഏരിയയിലാണ്, എക്സാക്ട്ലി ആ ഒരു ഡിമാൻഡ് സോണിൽ നിന്നാണ് പ്രൈസ് റിവേഴ്സിൽ വന്നത്. അപ്പോൾ നമുക്കിത് മുൻപേ അറിയാവുകയാണെങ്കിൽ ഇവിടുന്ന് റിവേഴ്സൽ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ഇവിടുന്ന് ഒരു ബൈ എൻട്രി എടുക്കാം, തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 1:2 എന്ന രീതിയിൽ നമുക്ക് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തൊരു ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. സോ ഇതാണ് ഡിമാൻഡ് സോൺ. ഇങ്ങനെയാണ് നമ്മൾ ഡിമാൻഡ് സോൺ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ വേറെയും നമുക്ക് എക്സാമ്പിൾ ഒരുപാടുണ്ട്, നമുക്ക് അതിനോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സോൺ മാർക്കിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞു. ബേസ് ക്യാൻഡിൽ ഹൈ പോയിൻറ്റും ലോ പോയിൻറ്റും എടുത്ത് മാർക്ക് ചെയ്യാം. ഓക്കെ, അതുകൂടാതെ ഒരു 3 ടൈപ്പ് ഓഫ് സോൺ മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, നോർമലി ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വിക്ക് ടു വിക്ക്, അതായത് ലോ പോയിൻറ്റും ഹൈ പോയിൻറ്റും എടുത്തിട്ട് മാർക്ക് ചെയ്യാം. അതല്ലാതെ കുറച്ച് ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്നത് ബോഡി ടു വിക്ക് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഈ ഒരു അപ്പർ ബോഡി മുതൽ വിക്ക് ലോ പോയിൻ്റ് വരെ എടുത്ത് മാർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദെൻ ലോവർ ബോഡി ടു വിക്ക് യൂസ് ചെയ്തിട്ട് സോൺ മാർക്ക് ചെയ്ത ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പല ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് പല രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഞാൻ നോർമലി ചെയ്യുന്നത് ഫസ്റ്റ് മെത്തേഡാണ് വിക്ക് ടു വിക്ക്, അതായത് ഹൈ പോയിൻ്റ് ലോ പോയിൻ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഏതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 നോക്കിയാണ്. ഓക്കെ, നമുക്ക് നമ്മളുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് നമുക്ക് അതിനായിട്ടുള്ള ഒരു ഏത് ടൈപ്പ് ഓഫ് സോൺ മാർക്കിംഗ് ആണ് വേണ്ടതെന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഡിമാൻഡ് സോൺ പാറ്റേൺ ആൻഡ് സപ്ലൈ സോൺ പാറ്റേൺ. നമുക്ക് ഇതിന് 2 ടൈപ്പ് ഓഫ് പാറ്റേൺസ് നമുക്കുണ്ട്. ഒന്ന് ട്രെൻഡ് റിവേഴ്സൽ, ഡിമാൻഡ് സോണിലെ ട്രെൻഡ് റിവേഴ്സൽ. അതിന് നമ്മൾ മുമ്പ് പരിചയപ്പെട്ട പോലെ തന്നെ ഒരു ഡ്രോപ്പ്, ഒരു ലെഗിൻ, ദെൻ ഒരു ബേസ് ക്യാൻഡിൽ, ഒരു റാലി. ഇതാണ് ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ. ട്രെൻഡ് കണ്ടിന്യൂഷൻ പാറ്റേൺ സെയിം തന്നെയാണ്. ആദ്യം ഒരു റാലി, ദെൻ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യും, ദെൻ അഗെയിൻ റാലി. ട്രെൻഡ് കണ്ടിന്യൂഷൻ്റെ. സോ ട്രെൻഡ് കണ്ടിന്യൂഷൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതുകൂടാതെ നേരെ ഓപ്പോസിറ്റ് സപ്ലൈ സോണിൻ്റെയും ട്രെൻഡ് റിവേഴ്സൽ, റാലി, ബേസ്, ഡ്രോപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ദെൻ ട്രെൻഡ് കണ്ടിന്യൂഷൻ്റെ ഡ്രോപ്പ്, ബേസ്, ഡ്രോപ്പ്. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ്റെ അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ. ഓക്കെ, ഇത് നമുക്ക് ട്രെൻഡ് കണ്ടിന്യൂഷൻ്റെ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആദ്യം ഒരു റാലി അവിടെ ക്രിയേറ്റ് ചെയ്തു, ദെൻ കുറച്ച് സമയം മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ബേസ് ക്യാൻഡിൽ നമുക്ക് എടുക്കാം. ആൻഡ് ഇത് എൻറ്റയർലി നമുക്കൊരു ബേസ് ക്യാൻഡിൽ എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. കാരണം മാർക്കറ്റിൽ ഒരു ഫൈറ്റ് ബിറ്റ്വീൻ സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് എന്ന രീതിയിൽ നമ്മളത് മാർക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു ഏരിയൻ്റെ ഉള്ളിൽ ഒരു ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സെല്ലേഴ്സും ബയേഴ്സും തമ്മിൽ. നെക്സ്റ്റ് ക്യാൻഡിൽ ഏതാണ്? ഒരു ബിഗ് ക്യാൻഡിൽ ഫോം ചെയ്ത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലെഗ് ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്തു. സോ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് എടുക്കാം. ഈ ഒരു ഫൈറ്റിൽ ആരാണ് വിൻ ചെയ്തിരിക്കുന്നത്? ബയേഴ്സാണ് വിൻ ചെയ്തിരിക്കുന്നത്. സോ മാർക്കറ്റ് വീണ്ടും റാലി ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണൊക്കെ ഡ്രോ ചെയ്യുന്ന സമയത്ത് മാക്സിമം നമുക്കതിൻ്റെ ലോജിക്കിനനുസരിച്ച് നമ്മൾ നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ലെഗ് ഇൻ ക്യാൻഡിൽ വന്നു, ദെൻ ഇവിടെ ഒരു ഫൈറ്റ് നടന്നു, ദെൻ നെക്സ്റ്റ് ക്യാൻഡിൽ ആരാണോ വിൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയ ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു സപ്ലൈ ഏരിയ ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ഏരിയ ജസ്റ്റ് മാർക്ക് ചെയ്ത് വന്നു. ദെൻ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് നമുക്ക് കാണാം അവിടെ നിന്നൊക്കെ ഒരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 2 തവണയും വന്ന സമയത്ത് അവിടെ നിന്ന് ഒരു സെല്ലിങ്. കാരണം എന്താണ്? ഇവിടെ നിന്ന് ബൈ ചെയ്ത ആൾക്കാർ, താഴെ നിന്ന് ബൈ ചെയ്ത ആൾക്കാർക്ക് അറിയാം ഇതൊരു സപ്ലൈ സോണാണ്. ഇപ്പോൾ ഞാനാണ് ബൈ ചെയ്തതെങ്കിൽ എനിക്കറിയാം, എനിക്ക് ഈ ഒരു കൺസെപ്റ്റ് അറിയാം, ഇത് ഇവിടെ നിന്നാണ് സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തത്, ഇതൊരു സപ്ലൈ ഏരിയ ആണ്. സോ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ബൈ ചെയ്തിട്ട് നല്ലൊരു ക്യാൻഡിൽ വന്നു, തിരിച്ച് മുകളിൽ വന്നു, ഇവിടെ ടച്ച് ചെയ്ത് തിരിച്ച് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമോ അതോ ഹോൾഡ് ചെയ്യുമോ? ഡെഫിനറ്റ്ലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യും അല്ലേ. എനിക്കറിയാം ഇവിടുന്ന് റിവേഴ്സ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അപ്പോൾ എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് ആ ഒരു റിവേഴ്സിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. സോ നെക്സ്റ്റ് വീണ്ടും ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിട്ട് എടുക്കാം. ഇതൊരു ബേസ് ക്യാൻഡിൽ, റൈറ്റ്. ഈ ഒരു എൻ്റയർ ഏരിയ ഒരു ഫൈറ്റ് ബിറ്റ്വീൻ സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് എന്ന് എടുക്കാം. ദെൻ അഗെയിൻ ആ ഒരു റിസൾട്ട് നമുക്കവിടെ കാണാം. ദെൻ ഈ ഒരു ലെവലിൽ നമുക്ക് എടുക്കാം, റൈറ്റ്. ആദ്യം ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ട്, ദെൻ ഒന്ന് ഫൈറ്റ് ഇവിടെ നടന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്യാൻഡിൽ വന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് നമുക്കറിയാം. നെക്സ്റ്റ് വീണ്ടും ഡൗൺ സൈഡ് പോയി. അപ്പോൾ നമുക്കിത് വളരെ കുറച്ചുകൂടി നീറ്റായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് ഡ്രോ ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഗെയിൻ ഈ ഒരു പോയിന്റിൽ ഈ ഒരു ഏരിയ എൻ്റെ ഒരു ഏരിയ ഒരു സപ്ലൈ ഏരിയ ആണ്, റൈറ്റ്. ഫസ്റ്റ് ടൈം ഇവിടെ വന്ന സമയത്ത് ആദ്യം ഒരു ലെഗിൻ ക്യാൻഡിൽ വന്നു. ദെൻ ഈ ഒരു എൻ്റയർ ഏരിയ എന്ന് പറയുന്നത് ഒരു ഫൈറ്റായിരുന്നു അവിടെ നടന്നിരുന്നത്. ദെൻ അവിടെ നിന്ന് ഒരു എക്സൈറ്റിംഗ് ഒരു ബിഗ് ക്യാൻഡിൽ അവിടെ ഫോം ചെയ്ത് വന്നിട്ടുണ്ട്.
ദെൻ അത് ഈ ഒരു ഫൈറ്റിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ എടുക്കുക. സോ ഇതൊരു സപ്ലൈ സോണായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് ഇവിടുന്ന് പ്രൈസ് റിവേഴ്സൽ ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള കൺഫർമേഷൻ, നമുക്ക് പ്രൈസ് ആക്ഷൻ ഇതൊരു ലാംഗ്വേജ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് സ്ട്രക്ചർ നോക്കി, അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ യൂസ് ചെയ്ത് നമുക്ക് കൺഫർമേഷൻ എടുത്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെല്ലിങ് അല്ലെങ്കിൽ ഒരു സെൽ എൻട്രി നമുക്ക് എടുക്കാം. എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്കൊരു ഹ്യൂജ് ഫാള് നമുക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പിന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിലും, ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയുടെ ഞാൻ എടുത്തിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിലും സെയിം തന്നെ. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്നാണ് സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തത്. സോ എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ തന്നെയാണ് ഞാൻ ഇവിടുന്ന് ഡ്രോ ചെയ്ത എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ തന്നെയാണ് ആ ഒരു സെല്ലിങ് അവിടെ സ്റ്റാർട്ട് ചെയ്തത് ബാങ്ക് നിഫ്റ്റിയിൽ. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ നിന്നാണ് ഒരു ഹ്യൂജ് സെല്ലിങ് അവിടെ നടന്നിരുന്നത്. റൈറ്റ്, ദെൻ നമുക്കൊരു സ്റ്റോക്ക് എടുക്കുവാണെങ്കിലും, ഇപ്പോൾ ഞാനിവിടെ ഒരു 1 hour ടൈം ഫ്രെയിമിൽ ആരോബിന്ദ ഫാർമ ഞാൻ സ്റ്റോക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് നോക്കുന്ന സമയത്തും നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ നിന്നാണ് ഒരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് ടൈം വരുന്ന സമയത്തും അവിടെ കാണാൻ പറ്റും വീണ്ടും ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ്. നെക്സ്റ്റ് ടൈം വീണ്ടും വരുന്ന സമയത്ത് വീണ്ടും ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ്. ഇൻ കേസ് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ, ഇതൊരു സപ്ലൈ ഏരിയ ആയിരുന്നു, സപ്ലൈ ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ അതൊരു ഡിമാൻഡായിട്ട് മാർക്കറ്റിൽ റിയാക്ട് ചെയ്യും. സപ്ലൈ ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് ഒരു ഡിമാൻഡായിട്ട് നമുക്ക് ബിഹേവ് ചെയ്യും മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. എന്താണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ, എങ്ങനെയാണ് സോൺ മാർക്ക് ചെയ്യുക എന്നുള്ളത്, ആൻഡ് ആ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ ടെക്നിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 500 ലൈക്ക് നമുക്ക് ഒരു ടാർഗറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, സോ അത് കിട്ടുവാണെങ്കിൽ ഉടനെ തന്നെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ ബൈ, താങ്ക് യു.